ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് യൂസ്റ്റേയിൽ പോയതാണ്. അപ്പോൾ യൂസ്റ്റേയിൽ പോണ വഴിക്ക് കലൂർ സ്റ്റേഡിയത്തിൽ ഓണത്തിൻ്റെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 23-ാം തീയതി വരെയാണ്, 12-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ്. അപ്പോൾ എന്തായാലും വന്നതല്ലേ, ഞങ്ങളതിൽ ടോക്കണൊക്കെ എടുത്ത് കയറി. ടോക്കണിന് ഒരാൾക്ക് 50 രൂപയാണ്. 50 രൂപ ടോക്കൺ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേരുണ്ടായിരുന്നു. ഞങ്ങൾ 2 ബിസ്ക്കറ്റ്, സൺഫീസിന് ബിസ്ക്കറ്റും തന്നു. അങ്ങനെ ഞങ്ങൾ ദേ അകത്ത് കയറിയപ്പോൾ എന്താണ് സൂപ്പർ, ഒരുപാട് സാധനങ്ങൾ എല്ലാം ആയിട്ടുണ്ട്. കാറുകളുണ്ട്, ഫർണിച്ചറുകൾ എല്ലാം ഉണ്ട്. ഇത് ഈ ഐറ്റം ഉണ്ടല്ലോ, എന്താ സംഭവം എന്നറിയും. ഇത് ഇങ്ങനെ ബ്ലാസ്റ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വണ്ടി ഇടിച്ച് പെട്ടെന്ന് ഈ എൻജിനോ ബാറ്ററിക്ക് ബ്ലാസ്റ്റൊക്കെ ഉണ്ടായാൽ അവർ പുറത്ത് വരില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ അവരെ ഫോൺ നമ്പറൊക്കെ ചോദിച്ചു. അപ്പം ഞാനൊരു എൻ്റെ എടുക്കാൻ പറ്റാത്ത ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു പുതിയ വണ്ടിക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു കുഴപ്പമില്ല, ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ദേ ഫർണിച്ചറുകൾ, നല്ല നല്ല ഫർണിച്ചറുകൾ ഉണ്ടായിരുന്നു. കിയ വണ്ടി, സുസുക്കി വണ്ടി, ഇങ്ങനെ കാറുകളുടെയൊക്കെ പ്രദർശനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ ഫർണിച്ചർ, പിന്നെ ജിം ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ടെന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നോക്കി ടേബിൾ നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കബോർഡ്സ്, അലമാരസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കണ്ണാടി നോക്കി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വണ്ണം കുറച്ച് കൂടിയോ എന്നൊരു ഡൗട്ട് ഈ ഡ്രസ്സിൽ, നിങ്ങൾ പറയണേ. അങ്ങനെ ഇതൊക്കെ തുറന്നു നോക്കി. പിന്നെ അവരെന്ത് മില്ലറ്റിൻ്റെ എന്തോ ബിസ്ക്കറ്റ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെറുതെ കിട്ടിയതല്ലേ, ഞങ്ങൾ വാരി വലിച്ചങ്ങൾ തിന്നു. ടേസ്റ്റ് നോക്കി ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നടന്നത് മെയിനായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നടന്നത്. അങ്ങനെ ടേസ്റ്റൊക്കെ നോക്കി നടന്നു. പിന്നെ ബുക്സുകൾ അങ്ങനെ ഒരുപാട് കേട്ടോ, പറയാൻ പറ്റില്ല. ഇപ്പോൾ ചുരിദാറുകൾ, നല്ല നല്ല ചുരിദാറുകൾ ഉണ്ടായിരുന്നു, കുർത്തീസ് ഉണ്ടായിരുന്നു. ഓണറാണെന്നുകൊണ്ട് ആ ചേച്ചി ഭയങ്കരമായിട്ട് അതിന് വിവരിച്ചു കൊടുക്കണ്ടായിരുന്നു. എൻ്റെ കഴുത്തൊക്കെ കുറഞ്ഞിട്ട് നല്ല ചുരിദാറൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളോട് മേടിച്ചില്ല. മെയിനായിട്ടുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു. ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നും പോയി. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ചെറിയ ചില്ലറകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ആ ഊതുണ്ടല്ലോ, ഊത് സ്പ്രേ, അത് ഭയങ്കര നാച്ചുറലായിട്ട് അവർ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത്. അത് കൊള്ളാൻ സൂപ്പറാണ്. ചിലപ്പോൾ എനിക്ക് ഇന്നൊന്ന് ഞാൻ വേറെ ദിവസം ഒന്ന് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ചെരുപ്പുകൾ, ജൂട്ട് ചെരുപ്പുകൾ, പിന്നെ ഇത് വാക്വം ക്ലീനർ കേട്ടോ. മീൻസ് കയ്യിൽ ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലുള്ള വാക്വം ക്ലീനർ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. പക്ഷെ അത് മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കയ്യിൽ കാശില്ല മക്കളെ, പേഴ്സില്ല മക്കളെ, ഫോൺ ഓഫാണ് മക്കളെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത്. എൻ്റെ കൂടെയുള്ള അല്ലും എടുത്ത് തന്നാണ് വീഡിയോ മൊത്തം. പിന്നെ ചുരിദാറുകൾ, നല്ല നല്ല മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു. നോക്കി, ഇത് ഖദറാണെന്ന് തോന്നും കേട്ടോ. ഖദറാണോ ജൂട്ടാണോ എന്താണെന്ന് മനസ്സിലായില്ല. ഭയങ്കര ഫെസ്റ്റിവൽ, നമ്മൾ ക്രീം ടച്ചുള്ള ഓണത്തിൻ്റെ ഒക്കെ ഫെസ്റ്റിവൽ ടൈപ്പുള്ള ഡ്രസ്സുകൾ, മോഡേണും നമുക്ക് ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് വയ്യായിരുന്നു. പക്ഷെ ഒന്നും മേടിച്ചില്ല. ആകെ കുറച്ച് ചില്ലറ കയ്യിലുണ്ട്. അത് എന്താ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം ഫുഡ് സ്റ്റോൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഫുഡ് സ്റ്റോളിൽ പോയിട്ട് എന്തെങ്കിലും വലിച്ചു വാരി തിന്നലാണല്ലോ മുഖ്യം. അപ്പോൾ അതുകൊണ്ട് തിന്നാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്നുമാണ്. ഈ ഹലുവ കണ്ടു. അപ്പോൾ ഒരു പീസൊക്കെ അവർ തന്നിട്ടോ. ഞങ്ങൾ ടേസ്റ്റൊക്കെ ചെയ്തു വരും. പിന്നെ അവർ പറഞ്ഞത് ഇവർ വെറുതെ കറങ്ങാൻ വന്നേക്കെന്നാണ്, വെറുതെ ഒന്നും കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നാണ്. പിന്നെ ഈ ചുരിദാർ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസം കേട്ടോ. വീഡിയോയിൽ അത്ര ഭംഗിയൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഞങ്ങളെ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ 6500 രൂപ വില പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചേട്ടൻ തന്നെ വെച്ചു, ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞു. പിന്നെ ഈ ചപ്പൽസ് എന്നാൽ പഞ്ചാബിയോ ഗുജറാത്തിയോ ജൂട്ട് ചപ്പലൊക്കെ എന്ന് പറഞ്ഞു. പക്ഷേ എവിടെ നിന്നോ ചാക്കും കെട്ടിന്ന് എടുത്തുകൊണ്ടുവന്ന മാതിരിയുള്ള പഴയതായിരുന്നു അതെല്ലാം. പിന്നെ നല്ല രസമുണ്ട്. ഈ പ്ലേറ്റ്സൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ എല്ലാം കണ്ട് ഇങ്ങനെ ആഗ്രഹിച്ച് പോകാമെന്നല്ലാതെ കയ്യിൽ ക്യാഷില്ലായിരുന്നു. കയ്യിൽ ക്യാഷില്ലെന്ന് വെച്ചാൽ പിച്ചത്തരം പറയുന്നതല്ല കേട്ടോ, പേഴ്സില്ല, അത് തന്നെ മെയിൻ കാരണം. പിന്നെ പഴയകാലം മിഠായികളൊന്നും ഇതും കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഹോൾഡ് എത്തിച്ചതിന് ചില്ലറ പൈസ. ഫൈനൽ നമ്മുടെ ഫുഡ് കോർട്ടായിരുന്നു ലക്ഷ്യം. അപ്പോൾ എത്തിപ്പോയി മക്കളെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത്. അങ്ങനെ ഫുഡ് കോർട്ട് വന്നപ്പോഴാണ് അവിടെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഗാനമേള നടക്കുന്നു. നല്ല വൈബായിരുന്നു. ഒരു കല്യാണത്തിനൊക്കെ ചെന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷണം മേടിക്കുന്നു, വട്ടോട്ട് കഴിക്കുന്നു, മേശയിട്ട് വട്ടത്തിൽ കഴിക്കുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആരും ഒരാൾ പോലും പാട്ടൊന്നും കേട്ടിട്ട് ഒന്ന് കൈ കൊട്ടു പോലും ഇല്ല. ഞാനൊക്കെ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ കൈയൊക്കെ കൊട്ടി. എങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. കുറേ ഐറ്റംസ് കേട്ടോ, ഒരുപാട് ഐറ്റംസ്. പത്തിരി, ചപ്പാത്തി, ചിക്കൻ ഓടിയത്, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ പൊട്ടിത്തെറിച്ചതെന്നൊക്കെ പറഞ്ഞു. പിന്നെ കപ്പ കണ്ടിട്ട് കൊതിയായിട്ട് വയ്യായിരുന്നു. പിന്നെ ഗോബി മഞ്ചൂരി, അത് ട്രൈ ആയിട്ടുള്ളത് അത് മേടിച്ചു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങൾ തിന്നാൻ തുടങ്ങി കേട്ടോ. ടേബിളും വട്ടം കൂട്ടിയും തിന്നാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോസ്. മീൻസ് നമ്മളുടെ എന്താ പറയുക, ഗാനമേള. അങ്ങനെ ഗാനമേള ആഘോഷിക്കുന്നു, അവർ ആഘോഷിക്കുന്നു, ഞങ്ങൾ ആസ്വദിക്കുന്നു. അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നെയ്പത്തിരി സൂപ്പറാണ്, ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ ചിക്കൻ കപ്പ എല്ലാവരും കൂടി ഞങ്ങൾ കഴിച്ചു, കോഫിയൊക്കെ മേടിച്ചു കഴിച്ചു. തീറ്റ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല. കാരണം എന്താ, ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു, തീറ്റയായിരുന്നു. അപ്പോൾ തീറ്റ കഴിഞ്ഞു. ഈ കുട്ടി നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ കേട്ടു, ഞങ്ങളങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചട്ടാണി കഴിക്കാണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അവിടെ വില ചോദിച്ചപ്പോൾ 250 ഗ്രാമിന് 150 രൂപ വില പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ, ഞങ്ങൾ പുറത്തുനിന്ന് 20 രൂപയ്ക്കുള്ളത് ഞങ്ങൾ മേടിച്ചോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അന്നത്തെ ഒരു നൈറ്റ് എന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ആണ് എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പകലൊക്കെ ഞാൻ ഭയങ്കര മടിയും പിടിച്ച് വീട്ടിൽ കുത്തിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്ത് പുറത്തേക്ക് വന്ന് അതെ പാട്ടൊക്കെ നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്യാണ്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ആരും അനങ്ങുന്നുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമാണ് അനങ്ങുന്നതെന്ന് വിളിച്ചിട്ട് സെർവ് ചെയ്യാമെന്ന ചേച്ചി എന്നെ ചിരിച്ചു കളിയാക്കി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പാട്ടും ഡാൻസും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു. 23-ാം തീയതി വരെയുള്ളൂ. ദേശാഭിമാനി കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലാണ് നമ്മളിങ്ങനെ സ്റ്റാൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്ക് അട്ടാണി അവിടെ നിന്ന് 150 രൂപ പറഞ്ഞുകൊണ്ട് കാക്കിലോത്തിന് 150 രൂപ പറഞ്ഞുകൊണ്ട് ഞാൻ 20 രൂപയ്ക്ക് അട്ടാണിയും മേടിച്ച് ഞങ്ങൾ ലാല എന്നൊക്കെ പാടി ഞങ്ങൾ കറങ്ങിത്തിരിക്കുകയാണ്. അപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഞാൻ ഇടാം. ബൈ.